ഈ വരുന്ന ബജറ്റ് സ്വർണ്ണത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. സ്വർണം സർക്കാരിന് ചുരുക്കി പറഞ്ഞാൽ ഒരു തലവേദനയായി മാറിക്കഴിഞ്ഞു. ഏറ്റവും വലിയ സാമ്പത്തിക മാമാങ്കമായ ബജറ്റിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഈ വിഷയം സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പണ്ട് മുതലേ സ്വർണം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ആഭരണപ്രേമികൾക്ക് ഒരു വികാരം തന്നെയാണ്. ഒരു തരി പൊന്നെങ്കിലും ഉണ്ടെങ്കിൽ അത്രത്തോളം സന്തോഷം. ആ ഒരു തരി പൊന്നു വാങ്ങാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. കാരണം അടിയന്തര സാഹചര്യങ്ങളിൽ സാധാരണക്കാരുടെ ഉറ്റ സഹായി ഈ സ്വർണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം പണക്കാർക്കുള്ള ഒരു നിക്ഷേപ അവസരമായും ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണവിലയിലെ വർധനവ് മുൻപ് 10ഉം 100ഉമായിരുന്നെങ്കിൽ ഇപ്പോൾ കഥ മാറി. 1000ഉം 10,000ഉമാണ് ഓരോ ദിവസവും 1ഉം 2ഉം തവണ കൂടുന്നത്. സ്വർണം പലർക്കും ഒരു സ്വപ്നം മാത്രമായി മാറിക്കഴിഞ്ഞു എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകുന്നത്. സ്വർണ്ണവില ഇനിയും വർദ്ധിക്കുമെന്ന പ്രവചനങ്ങൾ ശക്തമായി ഉയരുകയാണ്. എന്നാൽ ഇപ്പോഴിതാ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വന്ദേ ഭാരത് ട്രെയിൻ പോലെ കുതിച്ചു പായുകയാണ് സ്വർണ്ണവില. 3 ദിവസം കൊണ്ട് 11,840 രൂപയാണ് കൂടിയത്. ഇതോടെ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരുടെ ചങ്ക് തകർന്ന അവസ്ഥയാണ്, പ്രത്യേകിച്ച് ആഭരണ പ്രേമികൾക്ക്. എന്നാൽ ചെറിയൊരാശ്വാസമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. റെക്കോർഡ് വിലയിൽ നിന്നും സ്വല്പം സ്വർണ്ണവില താഴേക്ക് വീണു. വരും ദിവസങ്ങളിലും വില കുറഞ്ഞാൽ അത് വലിയ ആശ്വാസമായിരിക്കും നൽകുക. കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഒറ്റയടിക്ക് 8,640 രൂപ വർദ്ധിച്ച് പവൻ വില 1,31,160 രൂപയിലെന്ന മാന്ത്രിക സംഖ്യയിലെത്തി. ഇത് ചരിത്രമായിരുന്നു. എന്നാൽ വൈകുന്നേരം വില ചെറുതായി താഴേക്ക് വീണു, 800 രൂപ കുറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 800 രൂപ കുറഞ്ഞെങ്കിലും 13,360 രൂപ എന്ന നിലവാരത്തിലായിരുന്നു ഗ്രാം വില നടന്നത്. എന്നാൽ വീണ്ടും വില താഴേക്ക് വീഴുന്ന സാഹചര്യമാണ് ഇന്ന് കണ്ടത്. 5,240 രൂപയാണ് ഇന്ന് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയത്. അങ്ങനെ പവന് 1,25,120 രൂപയും ഗ്രാമിന് 15,640 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. എന്തായാലും പിടിവിട്ട് കുതിക്കുകയാണ് സ്വർണ്ണവില. ഒരു തിരുത്തലിനുള്ള സാധ്യത എപ്പോഴാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതെ, ഇനി എല്ലാവരുടെയും പ്രതീക്ഷ ബജറ്റിലേക്ക് തന്നെയാണ്. കാരണം വില ഉയർന്നിട്ടും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ശക്തമാകുമ്പോൾ ഫെബ്രുവരി 1-ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് ആഭരണ പ്രേമികൾ. അതായത് ഈ സ്വർണത്തിന് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ വലിയൊരു പ്രധാന പങ്കുണ്ട്. അതിനാൽ തന്നെ ഈ പ്രശ്നം സർക്കാരിന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. സർക്കാരിനും സ്വർണ്ണവില ശരിക്കും പറഞ്ഞാൽ തലവേദന തന്നെയാണ്. സർക്കാർ സ്വർണ്ണവിലയെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് തന്നെയാണ് പ്രധാന ചോദ്യം. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ സർക്കാർ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ സർക്കാർ 15% നിന്ന് 6% കുറച്ചിരുന്നു. അതോടെ റീറ്റെയിൽ വില ഏകദേശം 2,000 രൂപയിലെ ഒറ്റയടിക്ക് കുറയുകയും ചെയ്തു. എന്നാൽ ഈ നികുതി കുറയ്ക്കാൻ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി റെക്കോർഡിൽ എത്തിച്ചെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ബജറ്റ് പ്രധാനം തന്നെയാണ്. സ്വർണത്തെ സംബന്ധിച്ച് ഈ വരുന്ന ബജറ്റ് നിർണായകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്വർണ്ണ വിഷയത്തിൽ ഗൗരവമായ സർക്കാർ ചർച്ചകൾ നടക്കുന്നുണ്ട്. തീരുവ വർദ്ധിപ്പിച്ചാൽ ആഭ്യന്തര സ്വർണ്ണ വെള്ളി വിലകളെയും ആഭരണ വ്യവസായത്തെയും നിക്ഷേപകരെയും ഇത് ഒരുപോലെ ബാധിക്കാം. അതേസമയം രാജ്യത്തിന്റെ ബാലൻസ് ഷീറ്റുകളെയും രൂപയെയും സംരക്ഷിക്കാൻ ഇത് അനിവാര്യമാണെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു. അതേസമയം ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നത് സ്വർണത്തിന്റെ ആവശ്യകത നിയന്ത്രിക്കാൻ സഹായിക്കില്ലെന്ന് ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ ചരിത്രത്തെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നുവെന്നാണ് മറ്റു ചിലർ പറയുന്നത്. എന്തായാലും ഏറ്റവും മികച്ച വഴി തന്നെ സർക്കാർ കണ്ടെത്തുമെന്ന് ഉറപ്പാണ്. നിരാശപ്പെടുത്തേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ തോന്നുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.